ചെയ്തിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്ന് യാക്കോബിന് വാഗ്ദാനങ്ങൾ നൽകുന്ന കർത്താവ് അവനോട് അരുൾ ചെയ്തു, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ആദ്യകാലങ്ങളിൽ അങ്ങയുടെ നിശബ്ദത കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കാൻ അതൊന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ ആത്മനാഥനെ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്വർഗീയമായ നിശബ്ദതയാൽ നിറച്ചനുഗ്രഹിച്ചാലും. പ്രവൃത്തികൾക്കും സ്വർഗീയമായ സ്തുതിപ്പിൻ്റെ രാഗം പകർന്നേകുന്ന നമ്മുടെ അമ്മയിൽ സദാ സന്തോഷിക്കുന്ന സ്വർഗവാസികളോട് ചേർന്ന് മക്കളായ നമുക്കും സന്തോഷിക്കാം. സ്വർഗീയ ചൈതന്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഭാവഭേദങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കാം. ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. അവരുടെ പാത സുഗമമാക്കട്ടെ. തിരിയോടൊപ്പം ഹൃദയത്തിലെ ഭക്തിയെ ഉണർത്തി സ്നേഹസൗഹൃദങ്ങളുടെ ഈറ്റില്ലമായ ഈ വിരുന്നുമേശയ്ക്കരികെ നമുക്ക് അണിചേരാം. നാം കാത്തിരിക്കുന്ന ദൈവം നമ്മെയും കാത്ത് നമ്മോട് കൂടെ വാഴാൻ വിരുന്നായി തീരുന്ന മഹനീയ നിമിഷം. എന്റെ സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരു സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ.
അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിരസിച്ചു. ഒരു ക്രിസ്തു അനുഭവത്തിന് മാത്രമേ ജീവിതത്തെ സമ്പൂർണ്ണ സമർപ്പണമാക്കുവാൻ സാധിക്കൂ. ഉള്ളതും സർവേശ്വര പാദത്തിൽ അർപ്പിക്കുന്നവനിൽ മാത്രമേ ദൈവാനുഭവം ഉണ്ടാകൂ. ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നന്മയുടെ സുഗന്ധം പരത്തുന്ന പൂക്കളാകുവാനും ജീവനേകുന്ന